രാഹുൽ അരങ്ങ് തകർക്കുമ്പോൾ നെഞ്ചത്തടിയുമായി കേക്കച്ചൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ വളരെ സജീവമായി. അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്തിക്കത്തില്ല എന്ന് പറഞ്ഞ ആ BJPയുടെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ റോഡ് ഉദ്ഘാടനത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ ആ പ്രധാനപ്പെട്ട റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ വന്ന് പങ്കെടുത്തു. അവരെ BJPക്കാരൊക്കെ കുറെ ട്രോളിയെങ്കിലും അവർ ശക്തമായി വരികയും എന്തുകൊണ്ട് പോയി എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ നോക്കുക കേക്കച്ചൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന്. നമുക്ക് ആദ്യമേ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ആ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ ആശുപത്രി സ്റ്റേഡിയം ബൈപ്പാസ് റോഡ്, ആ ലിങ്ക് റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ചടങ്ങിൽ പങ്കെടുത്തതും ആ ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങളും ഒന്ന് കണ്ട ശേഷം നമുക്ക് ഉടനെ തിരികെ വരാം. ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കാലുകുത്തിക്കത്തില്ല എന്നും പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളും സമരങ്ങളുമായി വന്ന ആ BJPയുടെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി ആദ്യോടന്തം പങ്കെടുത്തു. അത് വിവാദമായ ശേഷവും അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. നാണംകെട്ട കോൺഗ്രസ്സുകാരെ, കോൺഗ്രസ് നേതൃത്വമേ, നിങ്ങൾക്ക് മാത്രമേ രാഹുലിനെ ഇപ്പോൾ തീണ്ടാപ്പാടകലെ നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ രാഹുലിനോടൊപ്പമാണ്. കാണുക, കണ്ട് മനസ്സിലാക്കുക. രാഹുൽ പാലക്കാട്ട് ആ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിന് ചെറിയ മധുര പ്രതികാരം കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായി MLA ഓഫീസ് നമുക്കൊരു കെട്ടിടം ഇവിടെയാണ്. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഓഫീസ് എടുക്കാൻ തീരുമാനിച്ചിട്ട് പരിസരത്താണ് കൊണ്ടുപോയത്. എല്ലാം തീരുമാനിച്ചിട്ട് പോയപ്പോഴാണ് അതിൻ്റെ തലേ ദിവസം അത് എഗ്രിമെൻ്റ് ആയി പോയി എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ആദ്യം കണ്ണുവെച്ചൊരു സ്ഥലമായിരുന്നു ആ ഓഫീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവഴി ഒന്ന് ഈ ഓഫീസ് നോക്കാൻ വരുമ്പോൾ തന്നെ ആ സ്വീറ്റ് ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കാര്യമൊക്കെ കൊള്ളും, ഉപയോഗമൊക്കെ കൊള്ളാം, ഈ റോഡ് എന്തെങ്കിലും കിടക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും പിന്നീട് അനുവിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും സഹോദരനുമായ പ്രശോഭിൻ്റെയും ഒക്കെ വലിയ സമ്മർദ്ദം. കാരണം ഒരു വാർഡിലേക്ക് 20 ലക്ഷം രൂപ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയ ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. മുനിസിപ്പാലിറ്റിക്ക് വലിയ പൈസയൊക്കെ ഉണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാർക്കും വലിയ പൈസയുണ്ട്. ഒരു വർഷമൊക്കെ 3-4 കോടി രൂപയൊക്കെ ചിലവാക്കുന്ന ആളുകളുടെ വാർഡിൽ തന്നെ. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് ഈ 107 വാർഡിലേക്കും കൂടെ ആകെ 5 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വാർഡ് വെക്കാമെന്നുള്ളൊരു വലിയ പ്രയത്നമാണ്. അതായത് അനുവിൻ്റെയും പ്രശ്നത്തിൻ്റെയൊക്കെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റോഡ് മറ്റൊന്നിലേക്ക് മാറ്റാൻ പ്രാവർത്തികമാക്കി കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള നിരവധി കൗൺസിലർമാർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ അവരുടെ ഒരു 5 വർഷ പൂർത്തീകരണം കൂടിയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെയും അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലുള്ള അനുവടക്കമുള്ള എല്ലാ കൗൺസിലർമാരുടെയും ഒരു 5 വർഷ പൂർത്തീകരണത്തിൻ്റെ സമയം കൂടിയാണ്. 5 വർഷക്കാലം കൗൺസിലർമാരെന്ന നിലയിൽ ഇവരെല്ലാവരും അവരവരെ ജയിപ്പിച്ചു വിട്ട പ്രദേശങ്ങളോട് വലിയ പ്രതിബദ്ധത വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അവരെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അവരെല്ലാവരും നന്നായി നിറവേറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുവിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അനുവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് അനുവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ പ്രദേശത്ത്, അത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും എല്ലായിടത്തും രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് വികസനം ചെയ്യാൻ കഴിയണം. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികതയുടെ പേര് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൺ അവർ നമ്മുടെ എല്ലാത്തിനും എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാ രീതിയിലും കണ്ടമാനം വിഷയം പോയിട്ടില്ല അറിയാം. നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി ഞാൻ രണ്ടുപാട് സംസാരിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിൻ്റെ മാന്യനായ എല്ലാവർക്കും ഒരുപാടിൻ്റെ കൗൺസിലറായിട്ടുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു റോഡിൻ്റെ കാര്യത്തിൽ. കാരണം 10 വർഷം
ആ കോവി വിളിച്ച DYFIക്കാരും BJPക്കാരും ഒക്കെ എവിടെ പോയി ഒളിച്ചു? ഒരൊറ്റ ഒരെണ്ണത്തിനെ പോലും അവിടെ കാണുവാൻ ശ്രദ്ധിച്ചില്ല. ഈ നടക്കാൻ പോകുന്ന ഉദ്ഘാടന പരിപാടിയെക്കുറിച്ച് വളരെ വലിയ പരസ്യങ്ങൾ നൽകി, ഫ്ലക്സ് ബോർഡ് വെച്ചു, പത്രവാർത്തകൾ വന്നു. എന്നാൽ ഒരൊറ്റ DYFIക്കാരനും BJPക്കാരനും അവിടെ പ്രതിഷേധവുമായി വന്നില്ല. കാരണം അതിനു മുമ്പ് കാറിക്കൂപ്പി വിളിച്ചു വന്നവന്മാരുടെ അവസ്ഥ നമ്മൾ കണ്ടു. നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയെത്തി. അമിതാവേശം കാണിച്ചവന്മാർക്കെതിരെ പോലീസ് കേസുണ്ടായി. അതുകൊണ്ടാവാം ഒറ്റ ഒരുത്തനും വന്നില്ല. കാരണം കണ്ടു നിൽക്കുവാനുള്ള ഒരു ശേഷിയില്ല. കണ്ടോ, ജനങ്ങൾ മുത്തുക്കുടയുമായി താളവാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ രാജകീയമായി ആനയിച്ചാണ് രാഹുൽ മാങ്കുട്ടത്തിലിനെ ആ ഉദ്ഘാടന പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നു വരുന്നത് മറ്റാരുമല്ല, BJPയുടെ നഗരസഭാ അധ്യക്ഷ. BJP നഗരസഭാ അധ്യക്ഷ പ്രമീള ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നും പറഞ്ഞ് കുറേ സംഘികൾ അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പൊങ്കാല നടത്തി, അവരെ വിരട്ടി. പക്ഷേ അവർ വളരെ ബോൾഡായി താൻ എന്തുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നവർ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ഒരു BJP നേതാവ് എന്നതിലുപരി ആ നാട്ടിലെ ഒരു ജനസേവകയാണ്. എൻ്റെ ഉത്തരവാദിത്തമാണ് അത്രയും സുപ്രധാനമായ ഒരു റോഡിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുമ്പോൾ പോകുക എന്നുള്ളത്. ആ ക്ഷണമനുസരിച്ച് ഞാൻ പോയി. എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്ന് അവർ കൃത്യമായി പറയുകയുമുണ്ടായി. ഇനി പ്രമീള ശശിധരൻ്റെ ആ പ്രസ്താവന ഒന്ന് കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. പാലക്കാട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട റോഡായ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ പിന്നിലൂടെയുള്ള റോഡിന്റെ ആ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കും കൂടെ താല്പര്യമുള്ളത് കൊണ്ട് കൗൺസിലറെ വിളിച്ചു. ചേച്ചി കുറെ ബുദ്ധിമുട്ടിയതാണ് ഇതിന് ഫണ്ടിനെ, ചേച്ചി ഉദ്ഘാടനത്തിന് വരണം പറഞ്ഞു. ഞാൻ ഉദ്ഘാടനത്തിന് പോയി. അവിടെ MLA ഉണ്ടായിരുന്നു. എനിക്ക് പാലക്കാട് നഗരത്തിന്റെ വികസനം എന്നുള്ള ഭാഗത്ത് ഞാൻ പങ്കെടുത്താണ്. എനിക്ക് പാർട്ടിയുടെ നിർദ്ദേശമൊന്നും തന്നിട്ടില്ല, നിങ്ങൾ പരിപാടി പങ്കെടുക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം ഇന്നവരെ എനിക്ക് കത്തോടെ നേരിട്ടോ ഫോണിലൂടെ സംസാരിച്ച് കിട്ടിയിട്ടില്ല. പാർട്ടിക്ക് എന്തെങ്കിലും കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ സ്റ്റേറ്റ് സംസ്ഥാനം ഉണ്ടല്ലോ, സംസ്ഥാനം പറയട്ടെ നിങ്ങളത് ചെയ്തത് തെറ്റാണ്, നിങ്ങൾക്കെതിരെ നടപടി വരുന്നു പറഞ്ഞാൽ ആ നടപടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. വിളിച്ചെന്നോട് സംസാരിക്കട്ടെ, ഞാൻ പറയും എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി എനിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയും. കണ്ടല്ലോ, അങ്ങനെ പാലക്കാട് വളരെ ശക്തനായി രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്നു. അങ്ങനെ വളരെ ആവേശകരമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. വളരെ മിടുക്കനായി പോവുകയാണ് എന്ന സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. എന്നാൽ മറുസൈഡിൽ രാഹുലിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ആ കേക്കച്ചൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കുക. ഇത്തവണ നമ്മൾ പറയുന്നു ഇവൻ കെട്ടിവെച്ച കാശ് കിട്ടാതെ സ്വന്തം മണ്ഡലത്തിൽ തോൽക്കുന്ന ദയനീയമായ അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. മിഷൻ 250യുടെ 14ാം ദിനമാണെന്ന്. വെറും 14 ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ നോക്കുക, പാർട്ടിയിൽ ഇവൻ ഇന്ന് ഒറ്റപ്പെട്ടു. ഈ കേക്കച്ചൻ എന്ന് പറയുന്നവനാണ് ഇന്ന് കോൺഗ്രസിൽ ഏക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തിടുക്കപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് 4 അധ്യക്ഷന്മാരെ ഇവന്മാർ ഉണ്ടാക്കി. വെറും പെട്ടിച്ചുമപ്പുകാരും കിണകളുമായവന്മാരെ എടുത്തു. ആ പാർട്ടിയുടെ ആ യുവനിരയുടെ നട്ടല് തകർത്തു. അതിനുശേഷം ഇതാ ഒരു ജംബോ ലിസ്റ്റ് കൊണ്ടുവന്നു. ഗുണവും മണവുമില്ലാത്ത ഇവന്മാരുടെ കുറെ പിടിച്ചുവെപ്പുകാരന്മാരായ കുറെ അലവലാദികളുടെ പേരുകൾ ഉൾപ്പെടുത്തി ഒരു ജംബോ ലിസ്റ്റ് കൊണ്ടുവന്നു. ഇവന്മാരുടെ പേര് ലിസ്റ്റിൽ മാത്രം ഒതുങ്ങിയാണ്. ഇതുവരെ അവർക്ക് ചുമതലകൾ കൊടുക്കുവാനോ ഒരു വിശദീകരണം നടത്തുവാനോ ചുമതലകൾ ഏറ്റെടുക്കുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം കേക്കച്ചൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇവന്മാർക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇവൻ തുടക്കം മുതലേ ഉമ്മൻചാണ്ടിക്ക് ഇടങ്കോലിട്ടു, പാർട്ടിക്ക് ഇടങ്കോലിട്ടു. 2016-ലും 2021-ലും ഈ പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെടുത്തി. ഇവൻ എല്ലാ സമയവും ഇവൻ സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷമാണ്, റിബലാണ്. KPCCയുടെ വാക്കുകൾക്ക് പുല്ല് പോലും കൊടുക്കത്തില്ല. പോടാ അരമനക്കുണ്ട എന്ന് വിളിച്ച് സണ്ണി ജോസഫിനെ ഓടിച്ചു. അങ്ങനെ ആരുമായും അടുക്കാതെ ഈ പാർട്ടിയിൽ പ്രസിദ്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. KPCCക്ക് ഇന്ന് മീറ്റിംഗ് കൂടാൻ പറ്റത്തില്ല. കാരണം കേക്കച്ചൻ പങ്കെടുക്കില്ല. KPCC വിളിക്കുന്ന സകല പരിപാടികളും ഇയാൾ ബഹിഷ്കരിക്കുകയാണ്. അയാൾ KPCCയെ വെല്ലുവിളിച്ച് ഒറ്റയാനായി പോവുകയാണ്. ഇത്രയും ഗതികെട്ട ഒരു KPCC നിങ്ങൾ ഓർക്കുക. ഈ കേക്കച്ചൻ്റെ പിന്നാലെ ഇവന്മാർ, ഈ ഗതിയില്ലാത്തവന്മാർ നടക്കുകയാണ്. ഒന്ന് പങ്കെടുക്കാമോ എന്ന് ചോദിച്ച്.
കാരണം കേക്കച്ചൻ പങ്കെടുക്കത്തില്ല. കേക്കച്ചൻ പറയുന്നത് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. തിരുവനന്തപുരം DCC അധ്യക്ഷനായി നായരായ സകല കള്ളക്കമ്മട്ടങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു തീവട്ടിയെ ആക്കണം എന്ന വാശിയിൽ അയാളെ ആക്കാതെ ഞാൻ KPCCയുടെ പരിപാടികളിൽ പങ്കെടുക്കത്തില്ല എന്ന് ഇയാൾ വാശി പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പാർട്ടിയെ വളരെയേറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വിവാദമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന PM ശ്രീ പദ്ധതി. CPI ശേഷിയില്ലാതെ കിടന്ന CPI വളരെ ശക്തമായ ഭാഷയിൽ തങ്ങളോട് കൂടി ആലോചിച്ചില്ല, അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് എന്ന തരത്തിൽ വലിയ മാരത്തോൺ ചർച്ചകൾ നടത്തുന്നു. ഇന്ന് 3 മണിക്ക് പിണറായി വിജയനുമായിട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചർച്ചകൾ നടത്തുവാൻ പോകുന്നു. ഇത്രയും ഒരു അവസരം വന്നിട്ടും ഈ പാർട്ടിയിൽ ഇതിനെ മുതലെടുക്കുവാനുള്ള ഒരു നേതൃത്വം ഇതിനകത്തില്ല. അടൂർ പ്രകാശ് വെൽക്കം ചെയ്തു എങ്കിലും ഈ കേക്കച്ചൻ എന്ന് പറയുന്നവന്റെ വാക്കുകളൊന്ന് കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. എന്നിട്ട് LDF ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ്. ഏത് CPI എന്നാണ് MVO എന്നും ചോദിച്ചത്? ഏത് CPI എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല, ഈ നാണക്കേടും സഹിച്ചവിടെ നിൽക്കണ. അത് അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ, അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വരുമ്പോൾ ആലോചിക്കാം, ഞാനൊന്നും പറയില്ല. അല്ലല്ല ഞങ്ങളൊന്നും പറയില്ല. ഇല്ല, ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല. ഞങ്ങൾ ഒരാളുമായിട്ടും LDFിലെ ഒരു ഘടക കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പം ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത്. ഇപ്പം ഇല്ല, ഇപ്പം ഒന്നും പറയണില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. ഞങ്ങൾ അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് UDF ചേരാൻ. എന്നാൽ കെ സുധാകരൻ അല്പസമയം മുമ്പ് CPIയെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഇതുപോലെ ആർജവത്തോടുകൂടി ഒരു ശേഷിയുള്ള ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അവസരം വരുമ്പോൾ അതിനെ മുതലെടുത്ത് CPIയെ UDFിൻ്റെ ഒരു ഘടകകക്ഷിയാക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരുന്നില്ല. അതോടുകൂടി LDFിൻ്റെ സകല പ്രതീക്ഷകളും തകർന്നതിനെയും അവരുടെ സകല പരിപാടികളും തകർന്നതിനെയും ഇത്രയും ദിവസം ബിൽഡപ്പ് ചെയ്തുകൊണ്ടുന്ന സകല പരിപാടികളും പൊട്ടിപ്പൊളിഞ്ഞു പോയതിനെ. പക്ഷേ അതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുവാൻ, പ്രതിരോധത്തിലാക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. നമുക്ക് കെ സുധാകരന്റെ ആ പ്രസ്താവന കണ്ട ശേഷം മടങ്ങി വരാം. CPIയെ പോലത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് സംതിങ് റോങ് സംവെയർ എന്നത് സത്യമല്ലേ? സത്യമാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ നോക്കിക്കാണുന്നുണ്ട്. CPIയെ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നവുമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിൻ്റെ അകത്ത് കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെയാണ് മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല. അത് തന്നെയാണ് പറയുന്നത്. മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൻ്റെ അകത്ത് പ്രതിഷേധമുള്ള ഘടകകക്ഷികൾ ഒരുപക്ഷെ വിഘടിച്ചു പോകും. CPIക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ ഈ അവസ്ഥയിൽ? സാധ്യതയില്ല, കൊണ്ടുപോകാനും കഴിയില്ല. ഐക്യമുണ്ട്. ഒരു ഭരിക്കുന്ന ഒരു ഘടകകക്ഷികൾ ഐക്യത്തോടെ പോകുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിനകത്ത് അനുകൂലമുണ്ട്, പ്രതികൂലമുണ്ട്. അപ്പോൾ ആ പ്രതികൂലത്തെ ആരാ സംരക്ഷിക്കുക? സാധിക്കില്ല. മുന്നണി വിടണം എന്ന് തന്നെയാണോ? CPI മുന്നണി വിടണം, വിട്ടുവന്നാൽ UDF സ്വീകരിക്കും. നമ്മൾ സ്വീകരിക്കും. നമ്മൾ CPI സ്വീകരിക്കും 100%. ഓക്കെ. ഈ മറ്റൊരു കാര്യം, ഈ KPCCയുടെ യോഗമൊന്നും നടക്കുന്നില്ലല്ലോ ഇപ്പൊ. അത് എന്തായിരിക്കും അതിന് കാരണം? KPCC യോഗമൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. നടക്കേണ്ടതെല്ലാം നടക്കുന്നുണ്ട്. നടക്കാൻ പാടില്ലാത്തതും നടന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. അതൊക്കെ വെറുതെ ഇങ്ങനെ നിങ്ങളെ പത്രക്കാർ എഴുതി ഉണ്ടാക്കുന്നതാണ്. 140 സെക്രട്ടറിമാരെ വെക്കുവാരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വെക്കില്ല. കേസ് തൃപ്തനാണോ ഇപ്പോ? ഞാൻ വളരെ തൃപ്തനാണ്. UDFിൽ ഇപ്പോൾ കെ സുധാകരനെ തിരികെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന മുറവിളി ശബ്ദം ഉയരുകയാണ്. സുധാകരനെ പോലെയുള്ള ഒരു KPCC അധ്യക്ഷന്റെ ഒരു ആവശ്യകത ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. കേരളത്തിലെ KPCCയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഒരു നാഥനില്ലാ കളരിയായി മാറി. ഒരു അരമനക്കുണ്ടനെ
പിടിച്ച് ആ പദവിയിലിരുത്തിയതോടുകൂടി ആർക്കും കയറി മേയാവുന്ന അവസ്ഥ. കെ സി വേണുഗോപാലിന്റെ വെറും ചട്ടുകമായ ഇയാൾ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. കെ സി വേണുഗോപാലും ഇയാൾ കിണയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ സഹായക സംഘമാണ്, കെ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആ സഹായ സംഘമാണ് സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത്. ഇയാൾ വെറും പേരിലിരിക്കുന്ന ഒരു അരമനക്കിങ്ങിണി. അങ്ങനെ ഒരു സൈഡിൽ കൂടി കെ സി വേണുഗോപാൽ നിരങ്ങുന്നു, മറ്റൊരു സൈഡിൽ കൂടി സ്വന്തം പ്രസ്താവനകളും PR പരിപാടികളുമായി രമേശ് ചെന്നിത്തല നടത്തുന്നു. അതിലെല്ലാം ഉപരി ഞാനാണ് ഈ പാർട്ടിയുടെ എല്ലാം, ഞാനാണ് സകലതും, ഞാനാണ് പ്രതിപക്ഷ നേതാവും, ഞാനാണ് KPCC അധ്യക്ഷൻ, ഞാനാണ് പാർലമെന്ററി കാര്യ നേതാവ്, ഞാനാണ് എല്ലാം എന്ന രീതിയിൽ കേക്കച്ചനും ഒരു സൈഡിൽ കൂടെ പോകുന്നു. അങ്ങനെ ഓരോരുത്തരും പല പല കമ്പാർട്ട്മെന്റുകളായി പല തരത്തിൽ നിന്ന് ഇതിനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ പോലെ ഈ KPCCയെ ആക്കി മാറ്റിയതിൻ്റെ കാരണം നട്ടലില്ലാത്ത ഒരു കിഴങ്ങനെ ആ പദവിയിൽ വെച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കെ സുധാകരനെ തിരികെ വിളിക്കൂ, ഒരു നട്ടലുള്ള അധ്യക്ഷൻ KPCCക്ക് ഉണ്ടാവട്ടെ, ഒരു നായകനുണ്ടായാൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാവും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ കിണകൾ എല്ലാവരും കയറി മേയുന്ന ഒരു കളക്റ്റീവ് മാനേജ്മെന്റ് സംവിധാനം, വിച്ച് ഈസ് ദ മോസ്റ്റ് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ ഈ പ്രസ്ഥാനം കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വിവാദപരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ എൻഗേജ് ചെയ്യുവാനുള്ള സംവിധാനമില്ല. ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കുട്ടത്തെയും ഒക്കെ ഒതുക്കി യുവമാരുടെ വെറും പെട്ട് ചുമപ്പുകാരായ വെറും ഏഴാം കൂലികളെ, വെറും കഴകം കെട്ടന്മാരെ ഇറക്കി വെച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ഊർജവും തേജസ്സുമെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം കെ സുധാകരനെ തിരികെ വിളിക്കുക, ഈ പാർട്ടിയെ രക്ഷിക്കുക എന്ന ഒരു മുറവിളി കോൺഗ്രസുകാർ ഉയർത്തേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.